Hi friends, Food Safety പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചക്കയപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. ഞങ്ങൾ ഇടുക്കിയിലേക്ക് കുമ്പിളപ്പം എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. ഒരു നാടൻ പലഹാരമാണ്, പഴയ കാലം തൊട്ട് നമ്മൾ പരിചയിച്ച ഒരു ടേസ്റ്റാണ് ഇതിൻ്റേത്. എടനയിലയിലാണ് സാധാരണ നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കുന്നത്. എടനയില ഇല്ലെങ്കിൽ വാഴയില. അപ്പോൾ എൻ്റെ അടുത്ത് ഈ രണ്ട് ഇലയും ഇല്ല. അപ്പോൾ ഇല ഇല്ലാതെ എങ്ങനെയാണ് നമുക്കിത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകമാണ്, ഒരു 6 ഏലക്കയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഈ ഏലക്കയും ജീരകവും നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അടുത്തതായിട്ട് പൊടിച്ച ശർക്കര ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. 250 മില്ലി കപ്പിന് 1 കപ്പ് ശർക്കര. ഈ ശർക്കര ഞാനൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 4 അല്ലെങ്കിൽ 5 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കട്ടിയിൽ നമുക്ക് പാനിയാക്കി എടുക്കാം. ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഇതൊന്ന് ഉരുകി വരട്ടെ. അതിനുശേഷം നമുക്ക് അരിച്ചെടുക്കാം. ഇതിപ്പോൾ കല്ലില്ലാത്ത ശർക്കരയാണ്, എങ്കിലും ഞാനിതൊന്ന് അരിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ ആ ജീരകവും ഏലക്കയും പഞ്ചസാര ചേർത്തൊന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതേ മിക്സിയുടെ ജാറിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചക്കപ്പഴം ഒന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു 20 ചുള ചക്കപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കാം. അരിഞ്ഞൊന്നും കൊടുക്കുന്നില്ല, ഇങ്ങനെ മുഴുവനായിട്ട് ഇട്ടിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇടയ്ക്ക് ഒരു ചെറിയ തരിയൊക്കെ കടിക്കാനുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അരച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ചക്കപ്പഴം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തേങ്ങയായിരുന്നു, ഒരു ചെറിയ തേങ്ങ ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യാനുസരണം തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ കുറച്ചുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ തേങ്ങ ഈ ചക്കപ്പഴത്തിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ എടുത്തത് വരിക്ക ചക്കപ്പഴമാണ്. നിങ്ങൾക്ക് കൂടെ ചക്കപ്പഴം വെച്ചിട്ടാണെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. അരിയൊക്കെ വെള്ളം നീക്കാനായിട്ട് എടുക്കുന്ന ചെറിയ ഹോൾസ് ഉള്ള പാത്രം ഉണ്ടല്ലോ, അതിലിട്ടൊന്ന് തേച്ചിട്ട് ചക്കപ്പഴത്തിൻ്റെ ചാറ് മാത്രം എടുക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതെല്ലാം ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ ചാറ് മാത്രമായിട്ട് എടുത്താൽ മതി. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പൊടിച്ച് വെച്ച ജീരകം ഏലക്കയുടെ പൊടിയാണ്. ഒരു 2 പിഞ്ച് ഉപ്പ്. അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പുട്ടുപൊടിയാണ്. വറുത്ത പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പം ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെ അരിപ്പൊടി എടുക്കുന്ന സമയത്ത് പകുതി അരിപ്പൊടിയും പകുതി വറുത്ത റവയും കൂടെ ചേർക്കുക. അരിപ്പൊടിയും വറുത്തതായിരിക്കണം, റവയും വറുത്തതായിരിക്കണം. അങ്ങനെ സമാസമം എടുത്തിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ഒരു ചെറിയ തരിയോട് കൂടിയാകുമ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അരിപ്പൊടി മാത്രമാകുമ്പോൾ നല്ല കട്ടിയായി പോവും. ആദ്യം ഈ ചക്കപ്പഴവും തേങ്ങയും ഏലക്ക ജീരകവും ഒക്കെ നമുക്ക് കൈകൊണ്ടൊന്ന് യോജിപ്പിക്കാം. കൈകൊണ്ട് തന്നെ യോജിപ്പിക്കുക. സ്പൂൺ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് കൈകൊണ്ട് യോജിപ്പിക്കുന്നതാണ്. ഈ ഒരു ലൂസിലാണ് ഇരിക്കുന്നത്. നമ്മൾ ശർക്കരപ്പാനി ഇനിയും ചേർത്തിട്ടില്ല. നമുക്ക് കുറേശ്ശെ അരിപ്പൊടി ചേർക്കാം. 1.5 കപ്പ് അരിപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് ഞാൻ കട്ടിയിൽ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ശർക്കര മധുരമൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഇത്രയും കട്ടിക്കല്ല നമ്മൾ ശർക്കര ഉരുക്കി വെക്കുന്നെങ്കിൽ ഈ ശർക്കര മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ കഴിയുമ്പോൾ ഇതിൻ്റെ മധുരവും കുറവായിരിക്കും. ശർക്കര ചീകി ചേർത്ത് കൊടുത്താലും മതി. അരിച്ചെടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്കിത് കുഴയ്ക്കാം. പുട്ടുപൊടി ആയതുകൊണ്ട് ഒന്ന് കുഴഞ്ഞ് വരുമ്പോഴത്തേക്കും കുറച്ച് ജലാംശമൊക്കെ അത് വലിച്ചെടുക്കും. ഇപ്പോൾ ഈ മാവ് ഇരിക്കുന്നത് നല്ല ലൂസായിട്ടാണ്. കുറച്ചുകൂടി തിക്കായിട്ട് നമുക്ക് മാവ് വേണ്ടത്. ഇത് പുട്ടുപൊടി ആയതുകൊണ്ട് ഇത് കുറച്ചുകൂടിയൊക്കെ ജലാംശം വലിച്ചെടുക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരുന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അല്പം കൂടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം ഒന്ന് കുഴച്ച് നോക്കാം. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വലിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ബോളാക്കാൻ പറ്റുന്ന പരുവത്തിൽ നമുക്കിത് കുഴച്ചെടുക്കണം. ഇല ഇല്ലാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ എന്തെങ്കിലും മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഷേപ്പാക്കി എടുക്കാം. ഇങ്ങനെ എന്തെങ്കിലും മോൾഡ് ഉണ്ടെങ്കിൽ ഇതിനുള്ളിൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഷേപ്പാക്കി എടുക്കാം. ഇനി മോൾഡൊന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി വേണമെങ്കിലും തയ്യാറാക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇതിനുള്ളിൽ ഒരു അല്പം എണ്ണ ഞാൻ തടവി കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഒട്ടി പിടിക്കത്തില്ല. ഇതിനുള്ളിലേക്ക് മാവങ്ങ് ടൈറ്റായിട്ട് ആക്കി കൊടുക്കുക. ജസ്റ്റ് ഇതങ്ങ് നന്നായിട്ട് പ്രസ് ചെയ്യുക. അധികമുള്ള മാവ് പുറത്തേക്ക് വരും, അതങ്ങ് മാറ്റിക്കളയുക. ഇങ്ങനെ ഞാനൊരു ഷേപ്പാക്കി എടുക്കാം. ഇങ്ങനെ ഒരു മോൾഡ് ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട.
ഞാൻ ആദ്യം കാണിച്ചു തന്ന പോലെ ജസ്റ്റ് ബോളാക്കിയിട്ട് വെച്ചാലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ നിങ്ങളുടെ ടാലൻ്റ് അനുസരിച്ച് വെച്ച് കൊടുത്താൽ മതി. വാഴയിലയോ അല്ലെങ്കിൽ നമ്മുടെ വഴനയില അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഇലയുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് അതിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കാൻ പറ്റും. അങ്ങനെ ഇല കയ്യിലില്ലാമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റീമറിൽ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് ആവിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ചക്കയപ്പവും വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം, ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പം ഇത് വെന്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ചക്കപ്പഴം ഇല്ലെങ്കിൽ ഞാലിപ്പൂമ്പഴോ അതല്ലെങ്കിൽ പാളയംകോടൻ ഒക്കെ വെച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. ചക്കപ്പഴം തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ചക്കപ്പഴത്തിൻ്റെ സീസൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴം വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ചക്കയപ്പം അല്ലെങ്കിൽ കുമ്പിളപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരെ. ടേക്ക് കെയർ, ബൈ.